ഏറെ വിവാദമുണ്ടാക്കിയ വാളയാർ പീഡനക്കേസിൽ വൻ വഴിത്തിരിവ്. പെൺകുട്ടികളുടെ മാതാപിതാക്കളെ ബലാത്സംഗ പ്രേരണാക്കുറ്റത്തിന് CBI പ്രതി ചേർത്തു. 6 കേസുകളിലാണ് കൊച്ചിയിലെ കോടതിയിൽ CBI അന്തിമ കുറ്റപത്രം സമർപ്പിച്ചത്. പീഡന വിവരം മറച്ചുവെച്ചെന്നും പോലീസിനെ അറിയിച്ചില്ല എന്നും CBI തിരുവനന്തപുരം യൂണിറ്റ് സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്നു. എസ് ശ്രീകാന്ത് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരും. ഒപ്പം തന്നെ എസ് വിജയകുമാർ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായും ചേരും. ആദ്യം വിജയകുമാറിലേക്കാണ്. വിജയകുമാർ, വലിയ രീതിയിൽ ചർച്ചയായ കേസാണ്. ഇതിൻ്റെ നിയമ പോരാട്ടത്തിൽ, നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിലൊക്കെ മുൻനിരയിൽ കണ്ട ആ മാതാപിതാക്കളാണ് ഇപ്പോൾ പ്രതിപട്ടികയിലേക്ക് വരുന്നത്. ബലാത്സംഗ പ്രേരണാക്കുറ്റം ചുമത്തുന്നു. വലിയൊരു വഴിത്തിരിവ് തന്നെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടാവുന്നത്. ഒരു അന്വേഷണ ഏജൻസിയുടെ കണ്ടെത്തലുകളാണ്. എന്താണ് ആ കണ്ടെത്തലുകൾക്ക് അടിസ്ഥാനമായിട്ടുള്ളത് എന്നത് കുറ്റപത്രത്തിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വരുന്ന ഘട്ടത്തിൽ മാത്രമേ മനസ്സിലാവൂ. എങ്കിലും ഈ ഒരു വഴിത്തിരിവിനെ എങ്ങനെയാണ് കാണേണ്ടത് വിജയകുമാർ? ഉറപ്പായും റിജിത്ത്, ഈ കേസിൽ അങ്ങേയറ്റത്തെ പ്രധാനപ്പെട്ട വിവരങ്ങൾ തന്നെയാണ്. വഴിത്തിരിവ് എന്ന വാക്ക് ഈ റിപ്പോർട്ടിൽ അല്ലെങ്കിൽ ഈ വാർത്തകളിൽ അതൊരു ചെറിയ വാക്കായി മാറുകയാണ്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലാണ് CBIയുടെ ഈ കുറ്റപത്രത്തിലെ പരാമർശങ്ങൾ നമ്മളുടെ മുന്നിൽ നിൽക്കുന്നത്. അതിന് ആധികാരികമായ എന്തൊക്കെ വിവരങ്ങൾ അന്വേഷണ ഏജൻസി എന്ന നിലയിൽ CBIയുടെ പക്കലുണ്ട് എന്നത് ഈ ഘട്ടത്തിൽ കോടതിയിലെത്തിയ രേഖകളിൽ നിന്ന് മാത്രമേ നമുക്ക് പരിശോധിക്കാൻ കഴിയും. ഇപ്പോൾ 2021 ഏപ്രിലാണ് ഈ കേസ് CBI ഏറ്റെടുക്കുന്നത്. അതിനുശേഷം CBIയുടെ അന്വേഷണത്തെയൊക്കെ ഒരു ഘട്ടത്തിൽ ഈ കുടുംബം ശക്തമായി പിന്തുണച്ചിരുന്നു. പിന്നീട് ഒരു ഘട്ടം മുതൽ അവർ CBIയുടെ അന്വേഷണ രീതിയെ എതിർക്കാൻ ഈ കുടുംബം തന്നെ രംഗത്ത് വന്നിരുന്നു. അത് എന്തുകൊണ്ടായിരിക്കാം അത്തരമൊരു നീക്കം ആ കുടുംബത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്ന് നമുക്കറിയില്ല. CBI തെറ്റായ വഴിയിലൂടെ പോകുന്നു എന്നതായിരുന്നു അന്ന് ചുരുക്കത്തിൽ ഒറ്റവാക്കിൽ അവർ പറഞ്ഞിരുന്ന മറുപടി, അല്ലെങ്കിൽ സമരസമിതി പറഞ്ഞിരുന്ന മറുപടിയും അതുതന്നെയാണ്. ഇപ്പോൾ സമരസമിതിയിൽ ഇപ്പോൾ അതിൻ്റെ ഭാരവാഹികളൊക്കെ ഈ കുട്ടികൾക്ക് നീതി ഉറപ്പാക്കണം, അല്ലെങ്കിൽ ആ കേസ് അന്വേഷണം അട്ടിമറിക്കപ്പെട്ട ആ കുട്ടികൾ അവരുടെ ജീവിതം ഇത്രത്തോളം മോശമാക്കിയ, ആ കുടുംബത്തെ ഇത്രത്തോളം ദുരിതത്തിലാക്കിയ ആ ശക്തികളെ മുഴുവനായി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്നതായിരുന്നു ആ സമരസമിതിയുടെ ആവശ്യം. ആ സമരസമിതിയുടെ ആവശ്യത്തിനൊപ്പം ഈ കുടുംബാംഗങ്ങൾ ഉണ്ടായിരുന്നു, ഈ അമ്മയും അച്ഛനും ഒക്കെ ഉണ്ടായിരുന്നു. അവർ സമര മുഖങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അവർ എല്ലാത്തരം പോരാട്ടങ്ങളെയും മുൻനിരയിൽ അവരുണ്ടായിരുന്നു. ആ ഘട്ടത്തിലൊന്നും ഇവരിലേക്ക് ഏതെങ്കിലും തരത്തിൽ അന്വേഷണ ഏജൻസിയുടെ എന്തെങ്കിലും നീക്കമുണ്ടായിരുന്നു എന്നത് നമുക്ക് സൂചനകളൊന്നുമില്ല. പക്ഷേ അപ്പോഴും ഈ സമരസമിതിയുടെ തുടക്കത്തിൽ അതിൻ്റെ പ്രവർത്തകരായിരുന്ന പലരും, ബാലമുരളി അല്പസമയം മുമ്പ് നമ്മളോട് സംസാരിക്കുകയായിരുന്നു. അപ്പോൾ ബാലമുരളിയെ പോലെ പലരും ഇതിൽ ഈ കുടുംബത്തിൻ്റെ ചില പങ്ക്, അല്ലെങ്കിൽ കുടുംബാംഗങ്ങളുടെ ഇടപെടലിനെ പറ്റിയൊക്കെ ചില ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും ഈ ഘട്ടത്തിലും നമ്മളുടെ മുന്നിൽ അതിനെ സാധൂകരിക്കുന്ന മെറ്റീരിയൽ എവിഡൻസുകൾ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഈ കേസിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ഇതിലെ പ്രതികളിൽ 1-2 ആളുകൾക്ക് ഈ കുടുംബവുമായി ബന്ധമുള്ളവരാണ് എന്ന് കാണാൻ കഴിയും. അത്തരം ചില സാഹചര്യങ്ങൾ എന്നാൽ ഈ കേസിൽ ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അതുപോലെ നേരത്തെ ബാലമുരളി അത് സൂചിപ്പിക്കുകയായിരുന്നു. ഇതിലെ ഒരു പ്രതി, ഇപ്പോൾ ആ കേസിലെ ആദ്യത്തെ പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്ന ഒരാളാണ് ഷിബു. ഞാൻ കരുതുന്ന അയാളെ പിന്നീട് വെറുതെ വിട്ടു എന്നാണ് തോന്നുന്നത്. ഷിബു അയാൾ രാജാക്കാട് സ്വദേശിയാണ്. ഈ വീട്ടിൽ ഏതാണ്ട് ഒരു സ്ഥിര താമസം, ഒരു കുടുംബാംഗത്തെ പോലെ അയാൾ അവിടെ ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ ബാലമുരളിയെ പോലെ ഈ സമരസമിതിയുടെ ഒക്കെ ഭാഗമായ ആളുകൾ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ സാഹചര്യങ്ങൾ ആ നിലയ്ക്കും വേണമെങ്കിൽ നമുക്ക് പരിശോധിക്കാവുന്നതാണ്. പക്ഷേ CBI ഇതിൽ കുറെ കൂടി കടുത്ത ഒരു നിഗമനത്തിലേക്ക് എത്തുന്നു. ഈ വിവരം, ഈ കുട്ടികൾ പീഡിപ്പിക്കപ്പെട്ടു എന്ന വിവരം അറിഞ്ഞിട്ട് അത് പോലീസിനെ അറിയിച്ചില്ല, അല്ലെങ്കിൽ അത് മറച്ചുവെച്ചു അന്വേഷണ സംഘത്തിൽ നിന്ന്, അല്ലെങ്കിൽ നിയമ സംവിധാനങ്ങളിൽ നിന്ന് മറച്ചുവെച്ചു. അത് മറച്ചുവെച്ചത് പ്രതികൾ അവസരമാക്കി അവരത് ഉപയോഗിച്ചു എന്ന നിലയിലാണ് CBIയുടെ നിഗമനങ്ങളുടെ അതിൻ്റെ പ്രാഥമിക രൂപം അങ്ങനെയാണ് എന്നാണ് കുറ്റപത്രത്തിലെ ഇതുവരെ വന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനപ്പുറത്തേക്ക് എന്തൊക്കെ കൂടുതൽ വിവരങ്ങൾ ഉണ്ട് എന്ന് നമുക്കറിയില്ല. ഇവരുടെ തന്നെ ഈ അച്ഛൻ്റെയും അമ്മയുടെയും മൊഴികൾ തന്നെ ആ ഫലത്തിൽ അവർക്കെതിരായി മാറിയിട്ടുണ്ടാകാം ഉള്ള സാധ്യത പോലും ഈ ഘട്ടത്തിൽ തള്ളിക്കളയാൻ കഴിയില്ല. CBIയുടെ മുൻപാകെ അവർ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ഈ കേസിൽ അവർക്ക് എതിരായിട്ടുണ്ടോ, വിനയായിട്ടുണ്ടോ എന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരു ക്രൈം, ഒരു കുറ്റകൃത്യം നടന്നിട്ട് അത് അറിഞ്ഞിട്ടും അത് പറയാതിരിക്കുക, അത് മറച്ചു വയ്ക്കുക എന്നത് ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം കുറ്റകൃത്യം തന്നെയാണ്. ആ വകുപ്പായിരിക്കാം ഇവർക്കെതിരെ ഇവിടെ ചുമത്തപ്പെട്ടിരിക്കുന്ന. പോക്സോ കൂടി കുട്ടികളാകുമ്പോൾ, പ്രായപൂർത്തിയാവാത്ത ആളുകൾ കുട്ടികളാകുമ്പോൾ പോക്സോ കൂടി അതിനൊപ്പം ചേരുകയും ചെയ്യും. അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഇതുവരെ വന്ന റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇനി CBIയുടെ കുറ്റപത്രത്തിന്റെ മുഴുവൻ വിവരങ്ങൾ വന്നാൽ മാത്രമേ. വിജയകുമാർ തുടരുക. ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു ഫൈൻഡിങ്ങിലേക്ക് CBI എത്തുകയാണ്. എന്താണ് അതിന് കാരണമായത്? അതിനെ സാധൂകരിക്കുന്ന തരത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അന്വേഷണ സംഘം ചൂണ്ടിക്കാട്ടുന്നത് എന്നുള്ളത് കുറ്റപത്രത്തിൽ നിന്നുള്ള കൂടുതൽ വിവരങ്ങളിൽ നിന്ന് മനസ്സിലാവും എന്നാണ് ഈ ഘട്ടത്തിൽ നമ്മൾ കരുതുന്നത്. എന്തായാലും ബലാത്സംഗ പ്രേരണാക്കുറ്റം ചുമത്തുന്നുണ്ട് മാതാപിതാക്കൾക്കെതിരെ. നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള
അതിൻ്റെ അന്വേഷണത്തിലായിക്കോട്ടെ വിചാരണ വേളയിലായിക്കോട്ടെ ചർച്ചയായ വിഷയങ്ങളൊക്കെ ഈ ഘട്ടത്തിൽ നമുക്ക് മുമ്പിലുണ്ട്. ഉയർന്നു വന്ന പരാതികൾ, ആക്ഷേപങ്ങൾ, അന്വേഷണ സംഘത്തിലുള്ള അവിശ്വാസം, ആദ്യം ഈ കേസ് പ്രത്യേക സംഘം അന്വേഷിക്കുന്നതും പിന്നീട് ആ അന്വേഷണ സംഘത്തിലുള്ള അവിശ്വാസം, പിന്നീട് CBIയുടെ എൻട്രി, CBI കുറ്റപത്രം സമർപ്പിക്കുന്നത്, അത് കോടതി തള്ളുന്നത്, അങ്ങനെ സംഭവബഹുലമായ ഒരു അന്വേഷണ കാലം ഈ കേസിനുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റിലേക്ക് കൊണ്ടുവന്ന് CBI ഈ കേസിനെ എത്തിക്കുന്നത്. പെൺകുട്ടികളുടെ മാതാപിതാക്കൾ പ്രതികളാവുന്നുവെന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തൽ എന്നുള്ള നിലയിലാണ് CBIയുടെ കണ്ടെത്തലിനെ ഈ ഘട്ടത്തിൽ നമ്മൾ കാണുന്നത്. അതിനെ സാധൂകരിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും വിവരങ്ങൾ, എങ്ങനെയാണ് ഈ ഒരു നിഗമനത്തിലേക്ക് CBI എത്തുന്നത് എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ കുറ്റപത്രത്തിലുണ്ടോ? എന്തെങ്കിലും സൂചനകൾ അതുമായി ബന്ധപ്പെട്ടുണ്ടോ വിഷ്ണു? റിജിത്ത്, നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഈ മാതാപിതാക്കൾ തന്നെ ഈ ബലാത്സംഗത്തെക്കുറിച്ച് അറിയാമായിരുന്നു എന്ന് മൊഴി നൽകിയിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ ആ മൊഴി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇത് കേവലം അറിയായിരുന്നു എന്നുള്ളത് മാത്രമല്ല, ഇവർക്ക് ഈ ബലാത്സംഗ പ്രേരണ അടക്കമുള്ള വകുപ്പുകൾ ചുമത്താനുള്ള ആഴത്തിൽ ഇവർ ഇക്കാര്യങ്ങളൊക്കെ മറച്ചുവെച്ചു എന്നൊരു നിഗമനത്തിലേക്ക് CBI എത്തിയത്. 9ഉം 13ഉം വയസ്സുള്ള പെൺകുട്ടികളാണ് ഈ പീഡനത്തിന് ഇരയായത്. അവർ ഈ പീഡനത്തിന് നിരന്തരം, അതായത് ആദ്യഘട്ടത്തിൽ ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്നറിഞ്ഞിട്ട് മാതാപിതാക്കൾ മറച്ചുവെക്കുകയായിരുന്നു. ഈ മറച്ചുവെച്ച പശ്ചാത്തലത്തിൽ ഈ പീഡനങ്ങൾ, ബലാത്സംഗങ്ങളും തുടർക്കഥയാകുന്നു. ആ ബലാത്സംഗങ്ങളും പീഡനങ്ങളും തുടർക്കഥയാകുന്ന പശ്ചാത്തലത്തിൽ അവർക്കുണ്ടായ മാനസികാഘാതത്തിൽ ഈ കുട്ടികൾ രണ്ടുപേരും ഈ ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ് CBIയുടെ കണ്ടെത്തൽ. ആ കണ്ടെത്തലിലെ പ്രധാനപ്പെട്ട കാരണം ഈ മാതാപിതാക്കൾ ഇക്കാര്യങ്ങൾ മറച്ചുവെച്ചത് ഈ ആത്മഹത്യയിലേക്ക് നയിക്കുന്നതിൽ പ്രധാനപ്പെട്ട കാരണമായെന്ന് CBI പറയുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് മാതാപിതാക്കൾക്കെതിരെ ബലാത്സംഗ പ്രേരണ കുറ്റം ചുമത്തിയത്. നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് 2ഉം 3ഉം പ്രതികളായാണ് മാതാപിതാക്കളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നേരത്തെ ഈ സമരസമിതിയുടെ നേതാക്കളടക്കം പറഞ്ഞത്, ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള സൂചനകൾ ആദ്യഘട്ടം മുതൽ തന്നെ ഉണ്ടായിരുന്നു. ഇവർ ഈ തീർത്ത പ്രതിരോധങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ അന്വേഷണം ഇവരിലേക്ക് എത്തരുത് എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ്, അതായത് ഒരു കരുതിക്കൂട്ടിയുള്ള ഇടപെടൽ ഈ മാതാപിതാക്കളുടെ ഭാഗത്തുനിന്നും വാളയാറമ്മയുടെ ഭാഗത്തുനിന്നൊക്കെ ഉണ്ടായെന്നാണ് ആ സമരസമിതിയിലുള്ള ആളുകൾ തന്നെ നമ്മളോട് വ്യക്തമാക്കിയത്. CBI ആകട്ടെ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്, ഇവരെ പ്രതി ചേർത്തിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഈ കേവലം ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, ചില ശാസ്ത്രീയ സാങ്കേതിക തെളിവുകളൊക്കെ CBI ഈ പ്രതി ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട ഉറപ്പായും അവർ സമാഹരിച്ചിട്ടുണ്ടാവും. ഈ കേസിന്റെ ഗതി തന്നെ മാറ്റാവുന്ന ഒരു നിലപാടിലേക്ക് CBI എത്തുമ്പോൾ അതിനെ തക്കുന്ന, അല്ലെങ്കിൽ അതിനെ സാധൂകരിക്കുന്ന തെളിവുകളും ഉറപ്പായും ഉണ്ടാകും. ആ തെളിവുകൾ എന്തെല്ലാമാണെന്ന കുറ്റപത്രത്തിന്റെ വിശദാംശങ്ങൾ കുറച്ചുകൂടി സമയം കഴിയുമ്പോൾ ലഭ്യമാകുമെന്ന് മനസ്സിലാക്കുന്നു. അതുകൂടി പുറത്തു വരുമ്പോൾ നമുക്ക് കൃത്യമായ ഒരു പിക്ചറിലേക്ക് എത്താം, ഏത് പശ്ചാത്തലത്തിലാണ് ഇവരെ പ്രതി ചേർത്തതെന്ന്. ഈ കുറ്റപത്രം ഉറപ്പായും മാതാപിതാക്കൾ ചോദ്യം ചെയ്യുന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. അവർ കോടതിയെ വീണ്ടും സമീപിക്കും. നേരത്തെ തന്നെ ആദ്യഘട്ടത്തിൽ CBI സമർപ്പിച്ച ഒരു കുറ്റപത്രം ഇവർ ചോദ്യം ചെയ്യുക, കുറ്റപത്രം തള്ളുകയും ചെയ്തതാണ്. അതിന് പിന്നാലെയാണ് ഈ കുറ്റപത്രം വീണ്ടും CBI സമർപ്പിച്ചത്. തിരുവനന്തപുരം യൂണിറ്റാണ് സമർപ്പിച്ചത്. അതിലാണ് ഇതിൽ നമ്മൾ അപ്രതീക്ഷിതമെന്ന് നമ്മൾ കരുതുന്ന, പക്ഷേ ആ സമരസമിതിയിലുള്ള ആളുകൾക്കൊന്നും ഒരു അത്ഭുതവും ഉണ്ടാക്കാത്ത തരത്തിൽ ഈ മാതാപിതാക്കളെ പ്രതി ചേർത്തിരിക്കുന്നത്. അവർക്ക് കൃത്യമായ പങ്ക് ഈ കേസിൽ ഉണ്ട്, ഈ മരണങ്ങളിൽ ഉണ്ട് എന്ന് CBI ഉറപ്പിക്കുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകൾ അടക്കം CBI കോടതിയെ ധരിപ്പിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഈ കുറ്റപത്രം കോടതി അംഗീകരിച്ചാൽ വിചാരണ നടപടികൾ അടക്കം ഈ മാതാപിതാക്കൾ നേരിടേണ്ടി വരുന്നു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകും. ശരി, വാളയാർ പീഡന കേസിൽ വലിയ വഴിത്തിരിവാണ് ഉണ്ടായിരിക്കുന്നത്. പെൺകുട്ടികളുടെ മാതാപിതാക്കളെ ബലാത്സംഗ പ്രേരണാ കുറ്റത്തിന് CBI പ്രതി ചേർത്തിരിക്കുകയാണ്. 6 കേസുകളിലാണ് കൊച്ചിയിലെ കോടതിയിൽ CBI അന്തിമ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ നിതിൻ കണിച്ചേരി നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. നിതിൻ കണിച്ചേരി, എങ്ങനെയാണ് ഈ സാഹചര്യത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോഴുണ്ടായിരിക്കുന്ന ഡെവലപ്മെന്റിനെ കാണേണ്ടത്? ഇപ്പോ ഈ CBI കുറ്റപത്രത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വളരെ നേരത്തെ തന്നെ പ്രദേശത്തെ പ്രദേശവാസികളും അതുപോലെ തന്നെ ഈ കുടുംബത്തെ അറിയാവുന്ന ആളുകളും ഒക്കെ തന്നെ ആരോപണമായി പല ഘട്ടങ്ങളിലായി പറഞ്ഞിരുന്നതാണ്. യഥാർത്ഥത്തിൽ ഈ 2 പിഞ്ചു കുട്ടികളുടെ മരണത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒരു നിലയിലും ഇവരുടെ അമ്മയ്ക്കും ഈ കുട്ടികളുടെ രണ്ടാനച്ഛനും ഒഴിഞ്ഞു നിൽക്കാൻ കഴിയുകയില്ല എന്നുള്ളത് നേരത്തെ തന്നെ വലിയ ആരോപണമായി വന്നിരുന്നതാണ്. പല ഘട്ടത്തിലും ഈ കേസിനകത്ത് CBIക്ക് മുമ്പിലും പോലീസിന് മുമ്പിലും ഒക്കെ ഇത്തരം മൊഴികളുമൊക്കെ വന്നിട്ടുള്ളതാണ്. യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ ഇനി കേരള സമൂഹത്തോട് മാപ്പ് പറയേണ്ടത് BJPയും കോൺഗ്രസും ഒക്കെയാണ്. ഈ രക്ഷിതാക്കളെ പൊക്കിപ്പിടിച്ചുകൊണ്ടാണ് പാലക്കാട് നഗരത്തിനകത്ത് വലിയ തരത്തിലുള്ള സമരങ്ങൾ BJPയും കോൺഗ്രസും ഒക്കെ നടത്തുകയും ഇതിന് രാഷ്ട്രീയമായി ഏതെങ്കിലും തരത്തിൽ കൈകാര്യം ചെയ്യാനാകുമോ എന്നുള്ള നിലയിൽ രാഷ്ട്രീയ ആരോപണങ്ങളായി ഇതിന് മാറ്റുന്നതിന് വേണ്ടി കോൺഗ്രസും BJPയും ഒക്കെ പരിശ്രമിക്കുകയും ചെയ്തിരുന്നു. ആ കോൺഗ്രസിന്റെ നേതൃത്വവും BJPയുടെ നേതൃത്വവുമാണ് യഥാർത്ഥത്തിൽ കേരള സമൂഹത്തോട് മറുപടി പറയേണ്ടത്.